ഇത് മലേഷ്യ, ലോകസഞ്ചാരികളുടെ പറുദീസ. പ്രകൃതി രമണീയത കൊണ്ടും വൈവിധ്യങ്ങൾ കൊണ്ടും അനുഗ്രഹീതമായ സമ്പന്നതയുടെ ഉച്ചസ്ഥായിലെത്തിയ രാജ്യം. 1957 ഓഗസ്റ്റ് 31 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതോടെ സ്വന്തമായ വികസന സങ്കല്പം രൂപപ്പെടുത്തി അഭൂതപൂർവമായ കുതിപ്പിലൂടെ മുന്നേറിയ നാട്. മതേതര ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്ന മാനവിക സൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും വിളനിലമായ മലേഷ്യ. ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് മലേഷ്യ. ഇന്ത്യൻ വംശജർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുവരുന്ന രാജ്യം. തീർത്ഥാടനത്തിനും സന്ദർശനത്തിനും തൊഴിൽ തേടിയും നിരവധി ഇന്ത്യക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിലേറെ യാഥാർത്ഥ്യങ്ങൾ പകരുന്ന അവിസ്മരണീയ മുഹൂർത്തങ്ങളിലൂടെയാണ് ഓരോ മലയാളിയും കടന്നുപോകുന്നത്. മലയാളികൾ എവിടെയാണെങ്കിലും അവർ ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് പരസ്പരം താങ്ങും തണലുമായി മാറും. അതിനായി കൂട്ടായ്മകളുണ്ടാവും. അത്തരത്തിലൊരു കൂട്ടായ്മയായി തുടങ്ങി ഇന്ന് പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹർ അഥവാ PMAJ എന്ന മഹത്തായ ഒരു സംഘടനയ്ക്ക് രൂപം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏത് സംഘടനയ്ക്കും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കൂടെ കട്ടക്ക് നിൽക്കാൻ കരുത്തുള്ളൊരു പിൻബലം വേണം. ഏത് പ്രതിസന്ധിയിലും ഞങ്ങളെ കൈവിടാതെ കൂടെ നിന്ന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയും ആവശ്യ സമയത്ത് ശക്തമായ ഇടപെടലുകൾ നടത്തിയും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ അഡ്വൈസർ, ഞങ്ങളുടെ മലയാളി കുടുംബത്തിന്റെ കാരണവർ ദാതു ഷാഹുൽ ഹമീദ് അവറുകൾ. അദ്ദേഹത്തിന്റെ സ്നേഹവും അകമഴിഞ്ഞ പിന്തുണയുമൊക്കെ തന്നെയാണ് ഇന്ന് ഈ നിലയിൽ 10ാം വാർഷികം ആഘോഷിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹറിനെ പ്രാപ്തയാക്കിയത്. കഷ്ടതയനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ച, ഞങ്ങളെ പ്രേരിപ്പിച്ച, ഞങ്ങളുടെ കൂടെ നിന്ന ദാത്തുവിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ ഒരവസരത്തിൽ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ കഴിഞ്ഞ കാലയളവിൽ ഞങ്ങൾക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒട്ടനേകം സഹായങ്ങൾ എല്ലാം ഞങ്ങൾക്കിവിടെ കാണിക്കാൻ സാധിക്കില്ല. നിരവധി അർഹതപ്പെട്ട വീടുകളിലേക്കും വ്യക്തികളിലേക്കും അങ്ങനെ പല തലങ്ങളിലേക്കും PMAJയുടെ സഹായങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹർ രൂപം കൊണ്ടിട്ട് ഏകദേശം 10 വർഷം തികയാണ്. അതിന്റെ ആഘോഷ തിമിർപ്പിലാണ് നമ്മുടെ സംഘാടകരെല്ലാവരും. നമ്മുടെ ഈ സംഘടന രൂപം കൊണ്ട് തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നാട്ടിലുള്ള നമ്മുടെ പ്രവാസികൾക്ക്, രോഗശയ്യയിൽ കഴിയുന്ന പ്രവാസികൾക്ക് ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്യാൻ നമ്മുടെ സംഘടനയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് ബാങ്കിൽ നിന്ന് കടമെടുത്തും മറ്റും ജപ്തി വക്കൽ നിൽക്കുന്ന പ്രവാസികൾക്ക് ധനസഹായം ചെയ്യാനും നമ്മുടെ ഈ സംഘടന കൊണ്ട് സാധിച്ചിട്ടുണ്ട്.
പ്രത്യേകിച്ച് പ്രളയം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയോളം സമാഹരിച്ചു കൊടുക്കാനും നമ്മുടെ ഈ സംഘടനയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളായ ഓണം, പെരുന്നാൾ, വിഷു എന്നീ സന്ദർഭങ്ങളിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലേഷ്യയിലുള്ള നിർധനരായ കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യാനും സാമ്പത്തിക സഹായം ചെയ്യാനും നമ്മുടെ ഈ സംഘടന കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ സഹായ സഹകരണമായി എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രവാസികളായ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹോറിൻ്റെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട ദാത്തു ഷാവുച്ച അവറുകളുടെയാണ്. അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ ഈ സംഘടനയെ ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത്. ഇനിയും അങ്ങോട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ സംഘടന ഒരുപടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും പല ആളുകളെ അറിയിക്കാതെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ചില വിഷമഘട്ടങ്ങളിൽ പലരുടെയും മുഖം നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകൾ കൊണ്ടാണ് ഇത്രയും പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പുറത്തു നിൽക്കുന്ന ഒരുപിടി ആളുകൾ ഇതിലേക്ക് ഇനി വരാൻ സാധിക്കുകയാണെങ്കിൽ ഇനിയും വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നമ്മുടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ വീഡിയോ വാളിൽ നിങ്ങൾ കണ്ടു കാണും. അത്തരം നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എനിക്ക് മുൻപ് പറഞ്ഞു പോയവരൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വരും കാലയളവുകളിലും നിങ്ങളെല്ലാവരും ഈ ഒരു സംഘടനയുടെ ഭാഗവാക്കാവുക, ഇതോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളിൽ പലർക്കും മലേഷ്യയുമായി ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. നിയമപരമായ സഹായങ്ങൾ, മലേഷ്യൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിസ സംശയങ്ങൾ തുടങ്ങി മലേഷ്യൻ പ്രവാസികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളുമായി PMACയുടെ ഹെൽപ്പ് ഡെസ്ക് എന്നും റെഡിയാണ്. നിങ്ങൾക്ക് ഏതാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളുമായി ഞാനുണ്ടാകും, എന്നും നിങ്ങളോടൊപ്പം. ഇതൊക്കെ ഇവിടെ നിങ്ങളെ കാണിച്ചത് ഒരു തെളിവിനു വേണ്ടിയോ പബ്ലിസിറ്റിക്കു വേണ്ടിയോ ഒന്നുമല്ല, മറിച്ച് ഓരോ മലയാളിക്കും പരസ്പരം ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രേരണയ്ക്ക് വേണ്ടി. സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൽ റഹീമിനു വേണ്ടി മലയാളികൾ ഒന്നിച്ചപ്പോൾ 34 കോടി നേടിയെടുക്കാൻ സാധിച്ച പോലെ മലേഷ്യയിലെ ഓരോ മലയാളിയും ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്കിടയിലും അർഹതപ്പെട്ട പലരെയും നമ്മളാൽ കഴിയും വിധം സഹായിക്കാൻ നമുക്കും സാധിക്കും. അതിന് സർവശക്തനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരട്ടെ. നാളെ ഞങ്ങൾ അംഗങ്ങൾ മാറിയേക്കാം, ഞങ്ങളിൽ പലരും പ്രവാസം അവസാനിപ്പിച്ചേക്കാം. പക്ഷേ വരും തലമുറയ്ക്കായി PMAC അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.